ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിവിൽ PSC ഹെൽപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ദ ട്രൂ മെറീഡിയൻ ഈസ് കോൾഡ്. ഒരു ലൈൻ ട്രൂ മെറീഡിയൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് ട്രൂ ബെയറിംഗ് അല്ലെങ്കിൽ അസിമുത്ത് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. Second question, which method is suitable in plane table surveying for a small area can be commanded from a single station? ഒരു സിംഗിൾ സ്റ്റേഷനിൽ നമുക്ക് എല്ലാ പോയിന്റ്സും പ്ലോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ടേബിളിൻ്റെ മെത്തേഡാണ് റേഡിയേഷൻ മെത്തേഡ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. The narrow strip of drawing board are joined together by dash joints. ഡ്രോയിങ് ബോർഡ് നമ്മൾ വാർപ്പിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 to 6 നമ്പർ ഓഫ് നാരോ സ്ട്രിപ്സ് ആയിട്ടാണ് കൊടുക്കുക. ആ നാരോ സ്ട്രിപ്സ് ഒക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് വെച്ചിട്ടാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ്. ഈ ഡ്രോയിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, which wood is used to make wooden T-square? ഓക്കെ, T-square ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് വുഡാണ്, ലൈക്ക് തേക്ക്. അപ്പോൾ ആൻസർ തേക്കാണ്. ആൻഡ് അതുപോലെ തന്നെ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് വുഡാണ്. ഈ പൈൻ, ഫിർ, ഓക്ക്, ലിനോലിയം ഒക്കെ സോഫ്റ്റ് വുഡാണ്. അത് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. Fifth question, the bending moment at the free end of a cantilever beam carrying any type of load is. ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻ്റ് എന്താണ്? ഏത് ടൈപ്പ് ലോഡായിക്കോട്ടെ, UDL പോയിൻ്റ് ലോഡോ അങ്ങനെ ഏത് ലോഡായാലും ആ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. Sixth question, which method is commonly adopted for the removal of permanent hardness? പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ കൊണ്ടോ ഉണ്ടാകുന്ന ഹാർഡ്നെസ്സിനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ്സോ അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ഓർ മഗ്നീഷ്യം. അതുകൊണ്ട് കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ കാർബണേറ്റ്സോ അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സോ കൊണ്ടോ ഉണ്ടാകുന്ന ഹാർഡ്നെസ്സിനെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയാം. കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ്. അതുപോലെ തന്നെ കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, അതിനെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഹാർഡ്നെസ്സിനെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയും. അപ്പം പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 എണ്ണം. സോ ആൻസർ ഈസ് ഓൾ ദി അബവ്. Seventh question, the granite is a dash rock. Option C, igneous rock is correct. Eighth question, the defect indicated by the curvature formed in the direction of length of timber is. The curvature formed in the direction of length of timber ആണെങ്കിൽ bow ആണ് ആൻസർ. സോ ആൻസർ ഈസ് bow. അതുപോലെ തന്നെ if the curvature formed in the transverse direction of the timber എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ കപ്പായിരിക്കും ആൻസർ വരിക. Ninth question, the maximum span of a lean-to roof is. വേണ്ട. In AutoCAD, the shortcut of grid command is. Grid commandൻ്റെ ഷോർട്ട് F7 ആണ്. അതുപോലെ F9 സ്നാപ്പിൻ്റെ ഷോർട്ട് കീ ആണ്. ആൻഡ് F8 ഓർത്തോൻ്റെ ഷോർട്ട് കീ ആണ്. F10 പോളാർ സ്നാപ്പിൻ്റെ ഷോർട്ട് കീ ആണ്. ഓക്കെ. 11th question, the external curve of an arch is known as. ആർച്ചിൻ്റെ കേസിൽ എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നത് എക്സ്ട്രാഡോസ് അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ആർച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കർവിനെ ഇൻട്രാഡോസ് എന്നും പറയും.
So here option B is correct. 12th question. While estimating the area of wall plastering, deduction is made for both sides of openings when the area of the opening is. ഓപ്പണിങ്ങിൻ്റെ ഏരിയ 3 മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ അതിൻ്റെ എബവോ ആണെങ്കിൽ നമ്മൾ വാൾ പ്ലാസ്റ്ററിങ്ങിൽ ബോത്ത് സൈഡ്സ് ഓഫ് ഏരിയ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 3 മീറ്റർ സ്ക്വയർ ആൻഡ് എബവ് ആണ്. അതുപോലെ തന്നെ ലെസ് ദാൻ 1.5 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഡിഡക്ഷനേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 1.5 മീറ്റർ സ്ക്വയർ ആൻഡ് എബവ് അപ് ടു 3 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ വൺ സൈഡ് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, 13th question. The slope of the road pavement in the longitudinal direction is called. റോഡ് പേയ്മെൻറ്റിൻ്റെ സ്ലോപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള സ്ലോപ്പ് ആണെങ്കിൽ അതിനെ ക്യാമ്പർ എന്നും പറയും. ഓക്കെ, 14th question. The difference in levels of the outer and inner edge of a road along the curve is called. Answer is option C, super elevation. ഹൊറിസോണ്ടൽ കേഴ്സിലൊക്കെ വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുമ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഔട്ട്വേർഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർടേൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് റേസ് ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ഉണ്ടാവില്ലേ, ആ ഔട്ടർ എഡ്ജും ഇന്നർ എഡ്ജും തമ്മിലുള്ള ആ ട്രാൻസ്വേഴ്സ് സ്ലോപ്പിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സൂപ്പർ എലിവേഷനെ തന്നെ ബാങ്കിങ് എന്നോ അല്ലെങ്കിൽ ക്യാൻഡ് എന്നൊക്കെ പറയും. ഓക്കെ, 15th question. The ratio of limiting friction and normal reaction is called. ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും ആയിട്ടുള്ള റേഷ്യോനെ പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 16th question. The total length of stair in horizontal plane including landing is. Option C, run is the answer. സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ പറയാം റൺ എന്ന്. അതുപോലെ റൈസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ സ്റ്റെപ്പ്. 17th question. The drain is carried over the irrigation canal. The cross drainage is called. കനാലിൻ്റെ മുകളിലാണ് ഡ്രെയിൻ എങ്കിൽ അതിനെ പറയുന്നത് സൂപ്പർ പാസേജ് എന്ന്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ കനാല് മുകളിലും ഡ്രെയിന് താഴെയാണെങ്കിൽ അതിനെ പറയാം അക്വിഡക്റ്റ്. 18th question. 1 hectare is equal to. 1 hectare is equal to 10,000 meter square. അപ്പം ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ, 10⁴ meter square. 19th question. The apparent movement of the image related to the crosshair is called. Answer is parallax. Option B is correct. Twentieth question. The value at the end of the utility period without being dismantled is known as. ഡിസ്മാൻറ്റിൽ ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ അതിനെ പറയുന്നത് സാൽവേജ് വാല്യൂ എന്നാണ്. അതുപോലെ തന്നെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വാല്യൂവിനെ പറയാം സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. ഓക്കെ,